ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്ട്മീൽ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മൾ എപ്പോഴും പറയും പോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുക. ഇത് നമുക്ക് ഒരു 20 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഒരു 20 സെക്കൻഡൊക്കെ ധാരാളം മതിയാകും ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഈ പാലിൽ കിടന്ന് നമ്മുടെ ഓട്സ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ ഓട്സ് എല്ലാം പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഈന്തപ്പഴം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എന്തായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് പംകിൻ സീഡ്സ് കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ പഴത്തിൻ്റെ 3 ചെറിയ പീസാണ്. ഒരു 2-3 ആപ്പിൾ കഷ്ണങ്ങൾ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തേൻ കൂടി ചേർത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഡയറ്റ് നോക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമ്മളിതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുക. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും ഇത് ധാരാളം മതിയാകും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്